ഞാനിവിടെ ഈ ലൈവിൽ സംസാരിക്കുന്നത് ബോധോദയം എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് ബോധോദയം? ശ്രീബുദ്ധനിൽ ഉണ്ടായ ഒരു വിശേഷമാണ് ബോധോദയം എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് ബോധോദയം? അതായത് നമുക്ക് പുതിയ അറിവ് ലഭിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ബോധോദയം. എന്താണ് ബോധോദയം? പുതിയ അറിവ് ലഭിക്കുക എന്നുള്ളതാണ് ബോധോദയം. ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ അറിവുകൾ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരറിവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് ബോധോദയം. അപ്പോൾ എങ്ങനെയാണത് സംഭവിക്കുക, എങ്ങനെയാണത് തിരിച്ചറിയുക എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. ഇന്നലെ വരെ നമ്മൾ വിശ്വസിച്ചിരുന്നത്, നമ്മൾ കരുതിയിരുന്നത്, നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത്, അതിനപ്പുറത്തേക്ക് ചില അറിവുകൾ സ്വയം സംഭവിക്കുന്നതാണ് ബോധോദയം. നമുക്ക് ഒരാൾ പറഞ്ഞു തന്ന് ലഭിക്കുന്ന അറിവല്ല. നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് സംഭവിക്കുന്ന മാറ്റം, ശരിക്കും പറഞ്ഞാൽ അതിനെ സാഹിത്യപരമായി പറഞ്ഞാൽ അഹംബോധത്തിൽ സംഭവിക്കുന്ന മാറ്റമാണത്. അഹംബോധത്തിൽ സംഭവിക്കുന്ന മാറ്റം. അതിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഏറ്റവും ചെറിയൊരു ഉദാഹരണം, നമ്മുടെ ബാത്റൂം, അത് നമ്മൾ അഴുക്ക് പിടിച്ച രീതിയിലാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കരുതുക. അത്ര ക്ലീനായ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എത്രത്തോളം അഴുക്ക് അതിനുണ്ട് ഇല്ല എന്നൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ കുളിക്കുന്നു, പോരുന്നു. അതാണ് നമ്മുടെ സാധാരണ ദിനചര്യ എന്ന് കരുതുക. പക്ഷെ ഒരു ദിവസം നമുക്ക് തോന്നുകയാണ്, ഈ ബാത്റൂം ഇങ്ങനെ വൃത്തികേടായി കിടക്കാൻ പാടില്ല, വളരെ ശുദ്ധമായതായിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അഴുക്കും, ഒരു ചുമരിന്മേലോ അടിഭാഗത്തോ നമ്മുടെ വാഷിംഗ് ബേസിനിലോ ക്ലോസറ്റിലോ ഒന്നും യാതൊരു അഴുക്കും ഉണ്ടാകരുത് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. നമുക്ക് ബോധം വയ്ക്കുമ്പോൾ, നമുക്ക് അറിവ് വയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും. അതുവരെ നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ നിലവാരമനുസരിച്ചാണത്. നമ്മുടെ മനസ്സ് വളരെ ദുഃഖിതമായ അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ബാത്റൂം വളരെ ക്ലിയർ ആയിരിക്കണം, വളരെ നീറ്റായിരിക്കണം, വൃത്തിയായിരിക്കണം എന്നൊന്നും നമുക്ക് തോന്നുകയില്ല. നമ്മുടെ മനസ്സ് നന്നാവുമ്പോഴാണ്, നമ്മുടെ ബോധവും ബുദ്ധിയുമൊക്കെ വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ വീടൊക്കെ വൃത്തിയുള്ളതായിരിക്കണം, വീടിൻ്റെ മുറ്റത്ത് പുല്ലൊന്നും പാടില്ല, അല്ലെങ്കിൽ ചുമരൊക്കെ വളരെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് അതുമാതിരി തന്നെ ലൈറ്റുകളൊക്കെ ഇടണം, രാത്രിയിൽ ലൈറ്റുകളൊക്കെ ഇടണം. അങ്ങനെ രാത്രിയിൽ ലൈറ്റ് ഇടണം, അല്ലെങ്കിൽ നന്നായി വൃത്തിയായിട്ടിരിക്കണം നമ്മുടെ വീട്, നമ്മുടെ മുറികൾ, നമ്മുടെ ചെയറുകൾ, നമ്മുടെ ജനലകൾ, നമ്മുടെ വാതിലുകൾ. അങ്ങനെ എല്ലാം വൃത്തിയായിരിക്കണം, നീറ്റായിരിക്കണം, പുതുമ നഷ്ടപ്പെടാത്തതായിരിക്കണം എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ ഒരു യോഗ്യതയാണ്. അത് നമ്മുടെ ഒരു യോഗ്യതയാണ്. ഈ യോഗ്യത ഞാൻ പഠിച്ചെടുത്തത് ഒരു ചെറിയ പുറത്ത് ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടാണ്. ഞാൻ പണ്ട് കാലത്തെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ അപ്പോളോ ടയർ ഫാക്ടറി, ഇപ്പോൾ അതിൻ്റെ പേര് അപ്പോളോ ടയർ ഫാക്ടറി എന്നാണ് ഈ ചാലക്കുടി അടുത്തുള്ളത്. അത് അപ്പോളോക്കാർ മേടിച്ചു. അതിൻ്റെ മുന്നേ പേര് വേറെ ഒന്നായിരുന്നു. അപ്പോൾ ആ ഫാക്ടറിയിൽ ഞാൻ ബസ്സിലിരുന്ന് നോക്കുമ്പോൾ വിശാലമായ ഒരു പറമ്പുള്ളതാണ് ആ ഫാക്ടറി. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അതിൽ ആയിരക്കണക്കിന് ലൈറ്റുകളാണ് പുറത്ത് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലൈറ്റ് പോലും കത്താത്തതില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ലൈറ്റ് പോലും കത്താത്തതില്ല. നിങ്ങൾ സന്തോഷവാനാണോ എങ്കിൽ നിങ്ങൾ അതിന് തെളിവായിട്ട് ഞാനൊരു കാര്യം പറയുന്നു. നിങ്ങളുടെ വീട്ടിലെ എല്ലാ ബൾബുകളും കത്തുന്നുണ്ടോ? ഒരു ബൾബ് പോലും കത്താത്തതില്ലാത്ത വിധം എല്ലാം കത്തുന്നുണ്ടോ? രാത്രിയിൽ നിങ്ങൾ ആവശ്യമുള്ള ലൈറ്റുകളൊക്കെ കത്തിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ ഒരു മുറിയിലേക്ക് കിടക്കുമ്പോഴേക്കും ആ ലൈറ്റ് ഇടുകയും ആ ആവശ്യം കഴിഞ്ഞ് അപ്പം തന്നെ ആ മുറിയിൽ ലൈറ്റ് കടത്തുകയും ചെയ്യുന്ന ആളാണോ? അങ്ങനെ ഇത്തിരി ഇരുട്ടൊക്കെ മതി, അതായത് ബാറുകളിലെ പോലെ ഇരുട്ട് മതി എന്ന് തോന്നുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ സന്തോഷവാന്മാരല്ല. മനസ്സിലാക്കുക. സന്തോഷവാന്മാരായിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം പൂർണ്ണമായിരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണത എല്ലാത്തിലും നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ വെറുതെ ചിന്തിക്കാറുണ്ട്, മോദിയൊക്കെ താമസിക്കുന്ന വീട് എങ്ങനെയുള്ളതായിരിക്കും?
അവിടുത്തെ വൃത്തിയും വെടുപ്പൊക്കെ എത്രയായിരിക്കും? അല്ലെങ്കിൽ പിണറായി താമസിക്കുന്ന വീട്ടിലൊക്കെ എത്ര വൃത്തി ഉണ്ടാകും? അതേ മോദിയൊക്കെ താമസിക്കുന്ന വീട്ടിൽ വളരെ വൃത്തി ഉണ്ടാകും, അവിടെ ഒരു അഴുക്കുണ്ടാവില്ല. മോദിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം അണിഞ്ഞ വസ്ത്രം പിന്നെ അവർ അണിയുന്നില്ല, അത് നീക്കം ചെയ്തു, അത് ഉപേക്ഷിച്ചു. മനസ്സിലായോ? ഒരു പ്രാവശ്യം അണിഞ്ഞ വസ്ത്രം പിന്നെ അവർ രണ്ടാമത് ഉപയോഗിക്കുന്നില്ല. അതാണ് അവരുടെയൊക്കെ ആർഭാടം എന്ന് പറയുന്നത്. നമ്മൾ ബാത്റൂമിലിടുന്ന ഒരു ടർക്കി, നമ്മൾ സ്ഥിരമായി തോർത്തുന്ന ടർക്കി, സാധാരണക്കാരൻ തോർത്തുന്നത് ഒരു 20 രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു ഏറ്റവും സാധാരണമായ തോർത്തായിരിക്കും അല്ലേ? കാശുള്ളവൻ മേടിക്കുന്നത്, അവൻ തുടയ്ക്കുന്നത് 1000 രൂപ വിലയുള്ള തോർത്തുകൊണ്ടാണ്. ഇരഴത്തോർത്ത് എന്ന് പറയും, സാധാരണക്കാരൻ ഇരഴത്തോർത്തുകൊണ്ടാണ് തുടയ്ക്കുക. കാശ് കൂടുന്തോറും അവനത് വില കൂടുതലുള്ള ടർക്കി മേടിക്കും, തോർത്ത് മേടിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെ മേടിച്ചിട്ടുണ്ട് 1000 രൂപയുടെ ടർക്കി. അപ്പോൾ നമ്മളിവിടെ സാധാരണ 1000 രൂപയുടെ ടർക്കി മേടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് സൂക്ഷിച്ചു വെച്ചു, വല്ലവരുമൊക്കെ വരുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ആവശ്യത്തിനാണ് നമ്മളെല്ലാം സമ്പാദിക്കുന്നത്, എല്ലാം കൂട്ടിവെക്കുന്നത്, എല്ലാം ഒരുക്കി വയ്ക്കുന്നത്. 1000 രൂപയുടെ ടർക്കി ഉപയോഗിച്ച് നമ്മൾ തോർത്തുക, അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വാഷ് ചെയ്യുക. അതൊക്കെ വലിയ വലിയ ആളുകൾ ചെയ്യുന്നതാണ്, നമുക്കും അത് ചെയ്യാം. 1000 രൂപയുടെ ഒരു ടർക്കി മേടിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലങ്ങളോളം ഉപയോഗിക്കാം. നിങ്ങൾ അങ്ങനെ അത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടർക്കി എത്ര വിലയുള്ളതാണ്? നിങ്ങൾ സ്ഥിരമായി തോർത്ത് എത്ര വിലയുള്ളതാണ്? അതൊരു ചോദ്യമാണ്. ഞാനിവിടെ കൊണ്ടുവന്ന ആശയം, അപ്പോളോ ടയർ ഫാക്ടറിയിൽ കാണുന്ന ലൈറ്റുകളെല്ലാം കത്തുന്നുണ്ട്. എൻ്റെ വീട് നോക്കുക. എൻ്റെ വീട് ഒരു ആർഭാട വീടാണ്. ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. എൻ്റെ വീടിന് ഒരു 2 കോടിയോളം, വീടും സ്ഥലവും കൂടെ 2 കോടി വില വരും. മനസ്സിലായോ? ഇന്നത് പണിയണമെങ്കിൽ 1 കോടി രൂപയൊക്കെ ചിലവ് വരും. അത്രയും ആർഭാടമുള്ള വീടാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വലിയ മുറികൾ, വലിയ ബാത്റൂം, വലിയ സൗകര്യങ്ങൾ, ഇതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്, നമ്മുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, 3 സെൻറ്റ് ലക്ഷം വീട്ടിൽ. അതിലൊരു വീട് വെക്കണമെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ എനിക്ക് തോന്നി അതൊക്കെ വലിയ പൊല്ലാപ്പാണ്. എന്തിനാണ് ഞാൻ അതിൽ വീട് വെക്കുന്നത്? എനിക്ക് പണം സമ്പാദിക്കാനാണോ? അത് വാടകയ്ക്ക് കൊടുക്കാനാണോ? വീണ്ടും പണം ഉണ്ടാക്കാനാണോ? അങ്ങനെ വീണ്ടും പണം ഉണ്ടാക്കണമെന്ന ചിന്തയെ എനിക്കുണ്ടായില്ല, എനിക്കിന്നും ഇല്ല. കാരണം എനിക്ക് ആവശ്യമുള്ള പണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് 1,20,000 രൂപയോളം ബാങ്കിൽ നിന്ന് പലിശ കിട്ടും. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്കാണ് ഇതൊക്കെ കിട്ടുന്നത്. മകളുടെ അച്ഛൻ എന്ന നിലയിൽ അതിൻ്റെയൊക്കെ അവകാശം എനിക്കുമുണ്ട്. അതിൻ്റെയൊക്കെ സുഖം ഞാനും അനുഭവിക്കുന്നുണ്ട്. ഞാനൊരു തൊഴിലോ ബിസിനസ്സോ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് 1,20,000 രൂപയാണ് ബാങ്കിൽ നിന്ന് ഒരു മാസം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പലിശ വരുന്നത്. പിന്നെയും വരുമാനമുണ്ട്. ഒരു 25,000 രൂപ 35,000 രൂപ വാടക കിട്ടും. അപ്പോൾ എത്രയായി? അതുകൊണ്ട് വളരെ സുന്ദരമായി, സുഖമായി, സന്തോഷമായി, ആർഭാടമായി എന്തു വേണമെന്ന് തോന്നുന്നുവോ അത് ഭക്ഷിക്കുന്നു, എന്തു വാങ്ങണമെന്ന് തോന്നുന്നുവോ അത് വാങ്ങുന്നു. എല്ലാ സമയത്തും AC ഇടുന്നു. ഞാനിടുന്നില്ല. ഞാൻ പഴയ മനുഷ്യനാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇടാനൊന്നും എനിക്ക് കഴിയില്ല. പക്ഷേ എൻ്റെ മകൾ വേനൽക്കാലത്തും വർഷക്കാലത്തും എപ്പോഴും AC ഇടുന്നു. ഞങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് 5,000-നും 10,000-നും ഇടയിലാണ്. വർഷക്കാലമാകുമ്പോൾ ഒരു 5,000-6,000 രൂപ കറണ്ട് ബില്ല് അടയ്ക്കും. വേനൽക്കാലത്ത് 10,000 രൂപ കറണ്ട് ബില്ല് അടയ്ക്കും. ഞങ്ങൾ വളരെ ആർഭാടത്തോടെയാണ് ജീവിക്കുന്നത്. എൻ്റെ മകളൊരു സിനിമാ നടി ആയതുകൊണ്ട് ഒരിക്കൽ ധരിച്ച വസ്ത്രം പലപ്പോഴും രണ്ടാമത് ധരിക്കാറില്ല. ഒരു മുറി മുഴുവൻ കുന്നുകൂടി കിടക്കുന്ന വസ്ത്രങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങൾ. അപ്പോൾ അത്രയും ആർഭാടമായിട്ടാണ് നമ്മൾ ധരിക്കുന്നത്. ഇപ്പോൾ മോദിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. മോദി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി മോദി എന്താ ചെയ്യുന്നത്? ഒരിക്കലും ധരിച്ച വസ്ത്രം രണ്ടാമത് ധരിക്കുന്നില്ല. അയാളുടെ വസ്ത്രത്തിന് തന്നെ ഇപ്പോൾ 10-11 കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് എത്ര കോടി രൂപയുടെ വസ്ത്രം അദ്ദേഹം വാങ്ങിയിട്ടുണ്ടാകും? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചിന്തിക്കണം. അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ വസ്ത്രം വാങ്ങിയിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച്, അയാളുടെ പോക്കറ്റിൽ കുത്തുന്ന പേന, അയാളുടെ കണ്ണിൽ വെക്കുന്ന ഗ്ലാസ്, ആ മിറർ, അതിനൊക്കെ എത്ര വില വരും? അപ്പോൾ അതൊക്കെ ഒരു നിലയ്ക്ക് ആർഭാടമല്ല. ഒരു പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന ആൾക്ക് അതൊരു ആർഭാടമാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ആവാം.
അത് അതൊക്കെ ആവാമെന്ന് എനിക്ക് തോന്നിയത് എൻ്റെ മകൾ പോലും എത്ര ആർഭാടത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ മകൾ ഒരു മാസം 1,00,000 രൂപ ചിലവഴിക്കുന്നു. വെറുതെ ആർഭാടത്തിനും ഭക്ഷണത്തിനും. ഭക്ഷണമൊന്നും മുഴുവൻ മകളല്ല ചിലവഴിക്കുന്നത്, കുറേയൊക്കെ ഞാനും ചിലവഴിക്കുന്നുണ്ട്. എൻ്റെ മകൾ കുറേ പൈസ ഭക്ഷണത്തിന് കുറച്ചൊക്കെ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൾ വാങ്ങിക്കൊണ്ടുവരും. ബാക്കി ഞാൻ വാങ്ങും. ഇറച്ചിയോ അല്ലെങ്കിൽ മറ്റ് ഒക്കെ മീനോ ഒക്കെ ഞാനാണ് വാങ്ങുക. ഞാനിപ്പോഴും ഒരു ലുബ്ധ ജീവിതമാണ് നയിക്കുന്നത്. ഞാൻ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ മീൻ വാങ്ങിക്കില്ല, ഓരോന്നിൻ്റെയും വില ചോദിക്കും. എന്നാൽ വലിയ ധനികരായിട്ടുള്ള ആളുകൾ, എനിക്ക് തോന്നുന്നു എൻ്റെ മകൾ പോലും അങ്ങനെയാണ്, ഒന്നിനും വില ചോദിക്കില്ല. ഇഷ്ടപ്പെട്ട മീൻ വാങ്ങി, അത് ആവോലിയാകാം, അത് നെയ്മീനാകാം, അത് കരിമീനാകാം, അല്ലെങ്കിൽ കാളാഞ്ചിയാകാം, ഏതുമാകട്ടെ, അതിന് വില ചോദിക്കാതെ വാങ്ങിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. വില ചോദിക്കാതെ ഒരു സാധനം വാങ്ങിക്കുക, വില നോക്കാതെ, ചോദിക്കാതെ മാത്രമല്ല വില നോക്കാതെ. ഇന്ന് എൻ്റെ വീട്ടിലൊരു ഗ്ലാസ് എൻ്റെ മകള് വാങ്ങിക്കൊണ്ടുവന്നു. ഒരു വെള്ളം വയ്ക്കുന്ന ഒരു ചില്ലിൻ്റെ ഒരു ജഗ്ഗ് വാങ്ങിക്കൊണ്ടുവന്നു. വളരെ ആർഭാടമായൊരു ജഗ്ഗ്. ഞാൻ സിനിമയിലൊക്കെ അങ്ങനത്തെ ജഗ്ഗ് കണ്ടിട്ടുള്ളൂ, മനസ്സിലായി. അപ്പോൾ അല്ലെങ്കിൽ വലിയ ബാറുകളിലോ അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ജഗ്ഗ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ മകള് ഒരു സാധനം വാങ്ങിക്കുന്നത് ഒരിക്കലും അതിൻ്റെ വില എത്രയാണ് എന്ന് നോക്കിയിട്ടല്ല. ചിലപ്പോൾ ആ ജഗ്ഗിന് 1000 രൂപ വിലയുണ്ടാകും, ചിലപ്പോൾ ആ ജഗ്ഗിന് 2000 രൂപ വിലയുണ്ടാകും. ഞാനത് ചോദിക്കാറില്ല. എൻ്റെ മോളോട് ഞാൻ ചിലപ്പോഴൊക്കെ ഓരോ സാധനങ്ങളുടെ വില ചോദിക്കും. അപ്പോൾ അവൾ പറയും എനിക്ക് ഓർമ്മയില്ല എന്ന്. എൻ്റെ മകൾക്ക് അതിനൊന്നും ഓർമ്മയില്ല. എത്ര വില കൊടുത്താണ് ഒരു സാധനം വാങ്ങിയതെന്ന് ഓർമ്മയില്ല. ഇപ്പോൾ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു സാധനം വാങ്ങി, ഓൺലൈനിൽ വാങ്ങിച്ചു. ഞാൻ ചോദിച്ചു, മോളെ ഇതിന് എത്ര വിലയായി? അത് ഓർമ്മയില്ല, മനസ്സിലായോ? ഒരു ആനയെ മേടിച്ചു എന്ന് കരുതുക. ഞാൻ ചോദിക്കുകയാണ്, മോളെ ഒരു ആനയെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മോള് മേടിച്ചു കൊണ്ടുവന്ന് കരുതുക. ഞാൻ ചോദിക്കുകയാണ്, മോളെ ഇതിന് എത്ര വിലയായി? ഓർമ്മയില്ല. മകൾക്ക് അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. അതിനെത്രയാണ് പറയുന്നതെങ്കിൽ അത് എണ്ണിക്കൊടുത്തു, അത് വാങ്ങി. അങ്ങനെയാണ് വലിയ ആളുകൾ. അവരാണ് ധനികർ. ഇനിയിപ്പോൾ എല്ലാ ധനികരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, മനുഷ്യരൊക്കെ തന്നെ ധനികനാവുക എന്ന് പറഞ്ഞാൽ കുറേ പണം ബാങ്കിൽ നിക്ഷേപിക്കുക, അതിലധികം പണം മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുക, ഇതൊന്നുമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിന് പണം ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ധനികനാകുന്നത്. ഞാനിങ്ങനെ ധനികനാണ് എന്ന് പറയുന്നത് പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബന്ധുക്കളെയൊക്കെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നീ എന്ത് മണ്ടനാണ്, നിന്റെ ബാങ്കിൽ 2 കോടി രൂപയുണ്ടെന്ന് നീ എന്തിനാണിത് പറയുന്നത്? ഞങ്ങൾ അസൂയപ്പെടുത്താനാണോ? അല്ല ഞങ്ങളെ കളിയാക്കാനാണോ? അല്ലെങ്കിൽ നിനക്ക് വല്ല വട്ടുകാഴ്ചലുമുണ്ടോ? വല്ല മനുഷ്യരിങ്ങനെ പറയുന്നുണ്ടോ? എൻ്റെ ബാങ്കിൽ എനിക്ക് 2 കോടി രൂപ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ബാങ്കിലുണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് വല്ലവരും പറയാറുണ്ടോ? എന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ കളിയാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സെക്സ് കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് 2 കോടി രൂപ ബാങ്കിലുണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ ബന്ധുക്കളൊക്കെ ഞെട്ടി വിളിക്കുന്നു. ഇതൊന്നും പറയാൻ പാടില്ല, ഇതൊക്കെ രഹസ്യമാണ്. ഇതാണ് എല്ലാവരുടെയും പാവം. ഇപ്പോൾ 2 കോടിയല്ല 5 കോടി രൂപ ബാങ്കിലിട്ടവരൊക്കെ ധാരാളം ഉണ്ടാകും. അവരൊക്കെ മൂടി വയ്ക്കുകയാണ് സമൂഹത്തെ ഭയന്നിട്ട്. കാരണം ഈ സമൂഹത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. കടവും കൂടുമായി അത്ര ബുദ്ധിമുട്ടിയാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഇന്ന് കടമില്ലാത്ത മനുഷ്യനുണ്ടോ? ഒരാളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കടമില്ലാതിരിക്കുക എന്നതാണ്. പിന്നെ 2ാമത്തെ സന്തോഷം ശത്രു ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ 3ാമത്തെ സന്തോഷം സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. മക്കളെ പ്രതിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രതിയോ സമാധാനം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഏറ്റവും വലിയ വിജയം. ഞാൻ സമാധാനം എന്ന് പറയില്ല, കാരണം പള്ളിക്കാർ മതവിശ്വാസികൾ എപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് സമാധാനം, സ്നേഹം എന്നൊക്കെ. അതുകൊണ്ട് ആ പദങ്ങൾ എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല. അപ്പം ഞാൻ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, നമ്മൾ ബോധോദയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ശ്രീബുദ്ധന് മാത്രമല്ല ബോധോദയം ഉണ്ടാവുക, നിങ്ങൾക്കും ഉണ്ടാകും, എനിക്കും ഉണ്ടാകും. ബോധോദയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? എൻ്റെ വീട്ടിലെ ബൾബുകളൊക്കെ എല്ലാം കത്തുന്നതാക്കും. ഞാൻ ഉപയോഗിക്കുന്ന കുളിക്കാൻ ഉപയോഗിക്കുന്ന ടർക്കി 1000 രൂപയുടേതാക്കും. എൻ്റെ ബാത്റൂം കഴുകി വൃത്തിയാക്കും. അത് എനിക്ക് തന്നെ കഴുകണമെങ്കിൽ കഴുകാം, അല്ല എനിക്ക് വേലക്കാരി ഉണ്ടെങ്കിൽ ആ വേലക്കാരിയെ കൊണ്ട് വൃത്തിയായി കഴുകിക്കാം. വൃത്തിയായി കഴുകുന്ന വേലക്കാരിയെ നമ്മൾ വീട്ടിൽ നിർത്തണം എന്ന് മാത്രം.
എൻ്റെ വീട്ടിലെ വേലക്കാരിക്ക് ഞാൻ കൊടുക്കുന്നത് 20,000 രൂപയാണ് ശമ്പളം. അവൾക്കിപ്പോൾ വലിയ പണിയൊന്നുമില്ല. അവളൊരു വീട്ടിലെ അംഗത്തെ പോലെയാണ് ഇവിടെ കൊണ്ടു നടക്കുന്നത്. അവൾ ടി വി കാണുന്നു, സിനിമ കാണുന്നു, മൊബൈൽ നോക്കുന്നു, യൂട്യൂബ് നോക്കുന്നു. അങ്ങനെയാണ് അവൾ സമയം ചെലവഴിക്കുന്നത്. അവൾക്കുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം വയ്ക്കുക എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ ഒന്നരാടമാണ് ഭക്ഷണം വയ്ക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഭക്ഷണം വെച്ചില്ല. ഇന്നലെ ഞങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ആട് ബിരിയാണി ഉണ്ടാക്കി, അത് കഴിച്ചു. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ ഇന്ന് ഭക്ഷണം വെച്ചില്ല. അപ്പോൾ എൻ്റെ വേലക്കാരിക്ക് ഒരു ജോലിയുമില്ല. അവൾ എന്തു ചെയ്യും? ഇന്ന് അവൾ ഞാൻ പറയാതെ തന്നെ മുറ്റത്തുള്ള പുല്ലൊക്കെ ഒന്ന് വലിച്ചു വൃത്തിയാക്കി. അത് പറയാതെ ചെയ്തു. എന്താണെന്നറിയില്ല, അവൾ അങ്ങനെ അത് ചെയ്തു. അവൾക്ക് ഒരു പണിയുമില്ല. ഈ വീടിൻ്റെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭാഗം മാത്രം ഒന്ന് കഴുകുക. 4 ബെഡ്റൂമുണ്ട്, ബാക്കിയുള്ളതൊന്നും ഉപയോഗിക്കുന്നില്ല. മകളുടെ ഒരു ബെഡ്റൂമും എൻ്റെ ഒരു ബെഡ്റൂമും ഒരു ഹാളും അടുക്കളയുമാണ് ഉപയോഗിക്കുന്നത്. 2 ബെഡ്റൂമും മറ്റൊരു ഒരു റൂമല്ല, ഒരു വിസിറ്റിംഗ് റൂമുണ്ട്. ആ വിസിറ്റിംഗ് റൂമും 2 വിസിറ്റിംഗ് റൂമുണ്ട് ഞങ്ങൾക്ക്. VIP നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഫ്രണ്ടോ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇരിക്കുന്നതിന് വേണ്ടി ഒരു വിസിറ്റിംഗ് റൂമുണ്ട്. പിന്നെ മെയിൻ ഹാളുണ്ട്. അപ്പോൾ ഈ വേലക്കാരിക്ക് ഒരു പണിയുമില്ല. ഈ വേലക്കാരി പണിയെടുക്കാതെ സിനിമ കണ്ടിരിക്കുകയാണെന്ന് കരുതി എനിക്കൊരു വിഷമവും തോന്നുന്നില്ല. കാരണം അവൾക്ക് പണിയില്ലാത്തതുകൊണ്ടല്ലേ. പണിയെടുക്കാനാണെങ്കിൽ വേണ്ടതുണ്ട്. എൻ്റെ വീടിൻ്റെ മതിലൊക്കെ പൂപ്പായി പിടിച്ചിട്ടുണ്ട് മഴ പെയ്ത്. അതൊക്കെ ഉരച്ച് വൃത്തിയാക്കാം. അത് ക്ലീൻ ചെയ്യുന്നതിനുള്ള മെഷീനൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 9,000 രൂപ കൊടുത്ത് അതിനുള്ള മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനത് വൃത്തിയാക്കാത്തത് മഴ ആയതുകൊണ്ട് വൃത്തിയാക്കിയാലും അതേ മഴ പെയ്യുമ്പോൾ അത് വൃത്തികേടാകും. അപ്പം നമ്മുടെ വീടിൻ്റെ മതിലുകളൊക്കെ നന്നായി വൃത്തിയാണോ, നന്നായി പെയിൻ്റ് അടിച്ചതാണോ, അതൊക്കെ നമ്മൾ നോക്കണം. നമ്മുടെ വീട്ടിൽ അനാവശ്യമായി അവിടെ ഇവിടെയും ചപ്പും ചവറും അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ മൂലയിൽ കൂട്ടിയിട്ടിട്ടുണ്ടോ, അതൊക്കെ ആക്രിക്കാർക്ക് കൊടുത്ത് ഒഴിവാക്കണം. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരിക എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ ഉപയോഗിക്കുന്ന വീട് അത്രയും വൃത്തിയായിട്ടിരിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം അത് അഴുക്ക് പിടിച്ചതാണോ, ദിവസേന മാറാൻ കഴിയുമെങ്കിൽ മാറുക. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടല്ലോ, മാറുക. അത് നരച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക, അത് കളഞ്ഞേക്ക്. നരച്ചതാണെങ്കിൽ പുതിയത് വാങ്ങുക. അങ്ങനെ നമ്മുടെ വസ്ത്രങ്ങൾ അഴിയുന്ന കാര്യത്തിലും വീട് ശുചിയാക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ അടുക്കളയൊക്കെ ഭംഗിയായി സംരക്ഷിക്കുന്ന കാര്യത്തിലും അതുമാതിരി തന്നെ നമ്മുടെ സ്റ്റൗവ്, ആവശ്യം നല്ല വിലയുള്ളൊരു സ്റ്റൗവ് വാങ്ങുക. ഇപ്പോൾ ഗ്ലാസിൻ്റെ സ്റ്റൗവാണ്, ഒരു 10,000 10,000 രൂപയുടെ ഗ്ലാസിൻ്റെ നല്ല സ്റ്റൗവ് വാങ്ങുക. വില കൂടിയ ഇപ്പം എൻ്റെ സ്റ്റൗവ് 9,000 രൂപയുടെ 10,000 രൂപയുടെ സ്റ്റൗവാണ്, ഗ്യാസ് സ്റ്റൗവ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കുറച്ച് ലാഭം കിട്ടും. പിന്നെ അത് വളരെ ഭംഗിയുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗവ് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പഴയ കാലത്തെ 500 രൂപയ്ക്ക് മേടിച്ച ഗ്യാസ് സ്റ്റൗവ് ആയിരിക്കും ഇപ്പോഴിരിക്കുന്നത്. അതുമാതിരി തന്നെ ടി വി നോക്കുക. നമ്മുടെ വീട്ടിലിരിക്കുന്ന ടി വി ചിലപ്പോൾ 32 ഇഞ്ചിൻ്റെ ആകാം. എൻ്റെ വീട്ടിലിരിക്കുന്ന ടി വി 55 ഇഞ്ചിൻ്റെ ആണ്. 2 ടി വികളുണ്ട്, എൻ്റെ മകളുടെ റൂമിലും എൻ്റെ ഹാളിലും. ഞാൻ കാണുന്ന ടി വിയും എൻ്റെ മോള് കാണുന്ന ടി വിയൊക്കെ 55 ഇഞ്ചിൻ്റെയാണ്. ഇതിനൊന്നും വലിയ ആനത്തല വിലയില്ല. ഒരു 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് 55 ഇഞ്ചിൻ്റെ ടി വി കിട്ടും. അതുമാതിരി തന്നെ നമുക്ക് നെറ്റ് കണക്ഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് ഡിഷിൻ്റെ ആവശ്യമില്ല. ഇന്ന് ഡിഷ് എന്ന് പറയുന്ന സാധനം ആവശ്യമില്ല. അതിന് ടി വി നല്ലതായാൽ മതി. ആധുനിക ടി വിയാണ് എങ്കിൽ ഡിഷിൻ്റെ ആവശ്യമില്ല. ആധുനികമല്ലാത്ത ടി വി ആണെങ്കിൽ ഡിഷിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഡിഷിന് കാശ് കൊടുക്കണ്ട. 200 രൂപ 250 രൂപ വേണം ഡിഷ് വയ്ക്കണമെങ്കിൽ ഒരു മാസം. അതേസമയം നമ്മൾ പുതിയ നെറ്റ് എടുക്കുകയാണെങ്കിൽ അത് 500 രൂപ വേണം. ആയിക്കോട്ടെ, 250 രൂപ കൂടിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള സിനിമ കാണാം. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. 55 ഇഞ്ചിൻ്റെ ടി വിയിൽ ഈ ലോകത്തിലെ എല്ലാവരും കാര്യങ്ങൾ ആസ്വദിക്കാം. നമ്മൾ സഞ്ചാരമാണ് കാണുന്നതെങ്കിൽ പോലും അതാണ് ഇഷ്ടമെങ്കിൽ സഞ്ചാരം കാണാം. സഫാരി ടി വിയിലെ സഞ്ചാരം കാണാം. അല്ല, നമുക്ക് വാർത്തയാണ് ഇഷ്ടമെങ്കിൽ വാർത്ത കാണാം. സിനിമയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ സിനിമകളും കാണാം. അതിന് നമ്മൾ മാസം 500 രൂപ മുടക്കിയാൽ മതി നെറ്റിന് വേണ്ടി. അത് 500 എന്നുള്ളത് ചിലപ്പോൾ 700 ആകാം, 1000 ആകാം, എത്ര ആകട്ടെ. അതൊരു പ്രശ്നമാക്കാതെ നമ്മൾ എത്ര രൂപ ആർഭാടമായി കളയുന്നു. നമ്മളൊരു കാറ് വാങ്ങി മുറ്റത്തിട്ടിട്ടുണ്ട്, അതിന് നമ്മൾ എത്ര ലോൺ അടയ്ക്കുന്നു. ചിലർ 10,000 രൂപയൊക്കെയാണ് ഒരു മാസം ലോൺ അടയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് നമുക്ക് വില കൂടിയൊരു കാറ്? ഒരു 5 വർഷം പഴക്കമുള്ള കാറ് വാങ്ങുകയാണെങ്കിൽ പകുതിയൊന്നും വില വേണ്ട, നല്ല വില കിട്ടും.
എൻ്റെ കാറ് 11 വർഷം ഓടിയിട്ടും നല്ല കാറായിരുന്നു. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നിസാൻ സണ്ണി നല്ല കാറായിരുന്നു, ഒരു കേടുപാടുമില്ലാത്ത നല്ല കാറ്, ഫുൾ ഓപ്ഷൻ കാറ്. അത് ഞാൻ കൊടുത്തത് 2,80,000 രൂപയ്ക്കാണ്. അപ്പോൾ ഒരു 3 ലക്ഷം രൂപ കൊടുത്താൽ ഇന്ന് നല്ല കാറ് വാങ്ങാൻ കിട്ടും. എന്തിനാണ് പുതിയ കാറ് വാങ്ങുന്നത്? നിങ്ങൾക്ക് തോന്നും 4 രജിസ്ട്രേഷൻ കാറ് വാങ്ങുന്നതൊക്കെ വലിയ ഗമയാണെന്ന്, വലിയ അന്തസ്സാണെന്ന്, വലിയ അഭിമാനമാണെന്ന്. നമ്മൾ ഉപേക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അഭിമാനമാണ്. എന്തിനാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ അഭിമാനം ഉപയോഗിക്കുന്നത്? എൻ്റെ മകൾ ഇത്ര കോടീശ്വരത്തിയാണ്, ഞങ്ങൾക്ക് 5 കോടിയുടെ ആസ്തിയുണ്ട്, 2 കോടി ബാങ്ക് ബാലൻസ് ഉണ്ട്. എന്നിട്ട് പോലും എൻ്റെ മകൾ ഉപയോഗിക്കുന്നത് 1.5 ലക്ഷം രൂപ മാത്രം വില വരുന്ന, ഇന്ന് മൂല്യം വരുന്ന ഒരു കാറാണ്, നിസാൻ മൈക്ര. മനസ്സിലായോ? മകൾ 1 കോടി രൂപയുടെ കാറ് വരെ വാങ്ങിയിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ മകൾക്ക് ആ 1 കോടി രൂപയുടെ കാറിനോട് ഭ്രമമില്ല. ഞാൻ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത്രയും കാശ് ബാങ്കിൽ കിടക്കും, അത്രയും കാശിൻ്റെ പലിശ കിട്ടും. ഞങ്ങൾക്ക് വേണമെങ്കിൽ 1 കോടി രൂപയുടെ പലിശ മേടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 60,000 രൂപ ഒരു മാസം പലിശ കിട്ടുന്നത് നഷ്ടപ്പെടും, അല്ലേ? വേണമെങ്കിൽ ആ ഡെപ്പോസിറ്റിൽ നിന്ന് 1 കോടി രൂപയെടുത്ത് ഒരു ജാഗ്വർ കാറ് വാങ്ങാം, വീണ്ടും ഒരു ജാഗ്വർ കാർ വാങ്ങാം, അത് എൻ്റെ കാർ പോർച്ചിലിടാം, മകൾക്ക് പോകുമ്പോൾ ഉപയോഗിക്കാം, എനിക്ക് പോകുമ്പോൾ ഉപയോഗിക്കാം. പക്ഷേ അതിന് നഷ്ടപ്പെടുന്നത് ഒരു മാസം 60,000 രൂപയുടെ പലിശയാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു വാച്ച്മാന് കിട്ടുന്നത് 10,000 രൂപയാണ്. 10,000 രൂപ കിട്ടുന്നതിന് 15 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചാൽ കിട്ടും. ബ്ലേഡുകളിലോ അധിക പലിശകളിലെടുത്തോ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും വേണ്ട. കാരണം ബാങ്കിലുള്ളത് 7.25% പലിശയാണ്. 7.25% പലിശയാണ് ബാങ്കിലുള്ളത്. പുറത്ത് 12% പലിശ കിട്ടും. അപ്പോൾ ഇരട്ടി പലിശ കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 7.5 ലക്ഷം രൂപ ഒരു സാധാരണ ബാങ്കിൽ ഇടുകയാണെങ്കിൽ, ബ്ലേഡ് കമ്പനി എന്ന് പറയുന്ന സ്ഥലത്ത് ധൈര്യമുണ്ടെങ്കിൽ ഇടുകയാണെങ്കിൽ, 7.5 ലക്ഷം രൂപ ഇടുകയാണെങ്കിൽ അതിൻ്റെ പലിശ കിട്ടുന്ന കാശ് മാത്രമേ ഒരു വാച്ച്മാന് കിട്ടുന്നുള്ളൂ. അവൻ്റെ ജീവിതം ഒന്ന് ചിന്തിച്ച് നോക്കുക. 10,000 രൂപ കൊണ്ട് അവൻ എങ്ങനെ ജീവിക്കും? അപ്പോൾ അവരൊക്കെ ദരിദ്രമായി ജീവിക്കുകയാണ്. ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ദരിദ്രനാകുന്നത്? അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. ഞാൻ ഓടിട്ട പെരയിൽ ജീവിച്ചിരുന്ന ആളാണ്. എനിക്ക് 9 മക്കളുണ്ട് ഞങ്ങൾക്ക്. ആ 9 മക്കളിൽ ഏറ്റവും ദരിദ്രൻ ഞാനായിരുന്നു, ഏറ്റവും ഇല്ലാത്തവൻ ഞാനായിരുന്നു. ഞാൻ പോസ്റ്റർ പതിച്ച് നടക്കുന്ന കാലത്തൊക്കെ ഞാൻ വലിയ ദരിദ്രനായിരുന്നു. മനസ്സിലാക്കുക. 2 രൂപയ്ക്ക് ഒരു പേന വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത അത്രയ്ക്ക് ഞാൻ ദരിദ്രനായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അത്രയും ധനികനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇത്ര ധനികനായത്? അത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ്, നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്, നമ്മുടെ കഴിവ് കൊണ്ടാണ്, നമ്മുടെ അറിവ് കൊണ്ടാണ്. അറിവ് കൊണ്ടാണ് നമ്മൾ ഭാഗ്യവാനാകുന്നത്. നമ്മൾ സന്തോഷം അനുഭവിക്കുന്നത് അറിവ് കൊണ്ടാണ്. ഞാൻ ഇതുവരെ എനിക്ക് കുറച്ചു കാലമൊക്കെ ഒരു വിഷാദ രോഗം പോലുള്ള ദുഃഖമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ സ്വയം മോചിതനായി. ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ്. അതായത് നമ്മൾക്ക് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്ന ആ ദിവസം, ഇന്നത്തെ ദിവസം, അതാണ് ഞാൻ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നിരാശിതനാകും. ഇപ്പോൾ ഞാനൊരു യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ വരെ ഞാനതിന് പേരിട്ടിരുന്നത് ബോധിമാർഗം എന്നാണ്. ഇന്നേക്ക് ഞാനതിൻ്റെ പേര് ബോധിനി എന്ന് ആക്കി മാറ്റി. എൻ്റെ യൂട്യൂബിൻ്റെ പേര് ബോധിനി എന്നാണ്. നിങ്ങൾ BOTHINI എന്നാണ് എൻ്റെ ബോധിനി എന്നുള്ളത്. BODHIN ആണ് ബോധിനി. അതിൽ ചിലപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മാറ്റിയിട്ടുള്ളത് BODHIN ആണോ BOTHIN ആണോ എന്ന് എനിക്കറിയില്ല. അതാണെങ്കിൽ നിങ്ങൾ BOTHIN ബോധിനി, അല്ലെങ്കിൽ ഞാൻ മറിച്ചിട്ട് ദ എന്നോ ഉള്ള ഉച്ചാരണത്തോടു കൂടി ഇംഗ്ലീഷിൽ അടിക്കുകയാണെങ്കിൽ എന്നെ കാണാൻ കഴിയും. നിങ്ങൾ എന്നെ കാണണമെന്നൊന്നും എനിക്കൊരു അത് ഞാനത് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഇങ്ങനെ പറയുന്നത്, ലൈവുകളൊക്കെ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോകളൊക്കെ സേവ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ്. അല്ലാതെ നിങ്ങളൊക്കെ അതിലേക്ക് വന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ഫേസ്ബുക്കിലൊക്കെ നോക്കിയിരിക്കുന്നത് വളരെ മണ്ടന്മാരായ ആളുകളാണ്, വളരെ ബുദ്ധി കുറഞ്ഞ ആളുകളാണ്. വലിയ വലിയ ആളുകളൊന്നും ഈ ഫേസ്ബുക്ക് നോക്കിയിരിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നമ്മുടെ പിണറായി വിജയൻ എന്ന് കരുതുക, മുഖ്യമന്ത്രി എത്ര നേരം ഫേസ്ബുക്ക് നോക്കുന്നുണ്ടാകും? അയാൾക്ക് സമയമുണ്ടാകുമോ? ഉണ്ടാവില്ല. 100 കൂട്ടം കാര്യമുണ്ട്. അപ്പോൾ ഒരു പണിയുമില്ലാത്ത സാധാരണക്കാരാണ് ഇവിടെ ഈ ഡാം പൊട്ടുമോ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ചോദ്യമാണ്. അയ്യോ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, പൊട്ടിയാൽ ഇത്ര ഭാഗം മുങ്ങും, ഇത്ര സ്ഥലം മുങ്ങും എന്നൊക്കെ നമ്മളിങ്ങനെ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിലെന്തർത്ഥമാണുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത്, മുല്ലപ്പെരിയാർ ഡാം ഒഴുകി കവിഞ്ഞാൽ പോലും പൊട്ടുകയില്ല.
മനസ്സിലാക്കുക. കവിഞ്ഞാൽ പോലും പൊട്ടുകയില്ല. അതൊക്കെ പൊട്ടുമോ പൊട്ടില്ലെന്ന് നോക്കാനൊക്കെ ഇവിടെ എഞ്ചിനീയർമാരുണ്ട്, അതിന് വിദഗ്ധരായ സംഘങ്ങളുണ്ട്, പഠനം നടത്തിയിട്ടുള്ളവരുണ്ട്. അവരത് നോക്കിക്കൊള്ളും. അത് പൊട്ടുമോ, അത് എന്നിട്ട് ഞാൻ മുങ്ങിപ്പോകുമോ, ഞാൻ ചത്തുപോകുമോ, എൻ്റെ വീട് ഒലിച്ചു പോകുമോ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. യൂട്യൂബുകാർ അവർക്ക് പണമുണ്ടാക്കാൻ വേണ്ടി പടച്ചു വിടുന്ന നുണകളാണ് അതൊക്കെ. അത് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ യുദ്ധത്തെ പറ്റി പറയുകയാണ്. ഇസ്രായേലിൽ ഇതാ ഇപ്പോൾ ഇറാഖ് യുദ്ധം തുടങ്ങും, അല്ലെങ്കിൽ ഇറാൻ യുദ്ധം തുടങ്ങും, ഇപ്പോൾ തുടങ്ങും, ഇന്ന് തുടങ്ങും, ഇന്ന് രാത്രി തുടങ്ങും, നാളെ പുലർച്ചെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരുന്നു, ഇല്ലേ? എന്നിട്ട് എന്തു സംഭവിച്ചു? ഒരു യുദ്ധവും തുടങ്ങിയില്ല. അതിനെ തടയിട്ടു അമേരിക്ക. അതല്ലേ ചെയ്തത്? അമേരിക്ക തൻ്റെ കപ്പലുകളൊക്കെ, യുദ്ധക്കപ്പലുകളൊക്കെ അങ്ങോട്ട് അയച്ചു. എടാ ഇറാനെ, നീ തൊട്ട് കഴിഞ്ഞാൽ നീ ഭസ്മമാകും, അമേരിക്ക പറഞ്ഞു. നീ തൊട്ട് കഴിഞ്ഞാൽ നീ ഭസ്മമാകും എന്ന് ഇസ്രായേൽ പറഞ്ഞു. അതിൽ വിരണ്ടിരിക്കുകയാണ് ഇറാനൊന്നും ഒരു ശക്തിയല്ല, ഈ ലോകത്തിൻ്റെ മുന്നിലെ ഒരു ശക്തിയല്ല. ലോകത്തിലെ മുന്നിലെ ശക്തി എന്നൊക്കെ പറഞ്ഞാൽ റഷ്യ, അമേരിക്ക, ഇസ്രായേൽ, അങ്ങനെ തുടങ്ങി 6-7 രാജ്യങ്ങളാണ്. ആ ഗണത്തിൽ ഇന്ത്യ പോലും പെടുന്നില്ല. ലോകശക്തിയുടെ ഗണത്തിൽ ഇന്ത്യ പോലും പെടുന്നില്ല. മോദി കുറേ വീരവാദമൊക്കെ പറയും, ഇന്ത്യ ആനയാണ് കുതിരയാണെന്നൊക്കെ. സത്യത്തിൽ ഇന്ത്യ ഒന്നുമല്ല. കുറേ പട്ടാളക്കാർ ഇന്ത്യക്കുണ്ടാകാം, കുറേ ചാവേർ പട്ടാളക്കാർ, അതിൽ വിട്ട് ഇന്ത്യക്കൊരു ശേഷിയുമില്ല. ഈ ചൈനയുടെ മുന്നിലൊക്കെ ഇന്ത്യ എന്താണ്? ചൈനയുടെ മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഷൂ ആണ്. ഷൂ എന്ന് പറയും, അത്രയേ ഉള്ളൂ ചൈനയുടെ മുന്നിൽ. പാകിസ്ഥാൻ്റെ മുന്നിൽ നമ്മൾ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് ഒരു തവണ അവർക്ക് വിജയിക്കാൻ പറ്റി. പാകിസ്ഥാൻ ശത്രുവാണെന്നൊക്കെ പറഞ്ഞ് കുറേ വിഡ്ഢികൾ, മണ്ടന്മാരത് വിശ്വസിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ അങ്ങനത്തെ ജാടയൊന്നും നടന്നില്ല. അതുകൊണ്ടാണ് അവർ തുപ്പി വെച്ചത്, അല്ലേ? അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടാഞ്ഞത്. ജനങ്ങൾക്ക് ബോധം വെച്ചു. പാകിസ്ഥാൻ ശത്രുവാണെന്ന് പറഞ്ഞ് ഒരു തവണ ഇവിടെ മോദി വിജയിച്ച് കയറി, കേവല ഭൂരിപക്ഷം കിട്ടി, ഇല്ലേ? ഇപ്പോൾ ജനങ്ങൾക്ക് ബോധം വെച്ചിരിക്കുന്നു. ജനങ്ങൾ എന്തു മനസ്സിലാക്കി? പാകിസ്ഥാനൊന്നും ഒന്നുമല്ല. അപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാൻ ഒന്നുമല്ല, പക്ഷെ അതുപോലെ തന്നെ ചൈനയുടെ മുന്നിൽ ഇന്ത്യ ഒന്നുമല്ല, അല്ലെങ്കിൽ അമേരിക്ക, അല്ലെങ്കിൽ റഷ്യ. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ വികസ്വര രാജ്യമല്ല, വികസിത രാജ്യമാണ് ആകാൻ പോകുന്നു. ഇതൊക്കെ ചപ്പടാച്ചിയാണ്. പട്ടിണി കിടക്കുന്ന മനുഷ്യരാണിവിടെ. നമ്മുടെ രാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പലിശ കിട്ടുന്നത്. നമ്മുടെ രാജ്യം വളർന്നു കഴിഞ്ഞാൽ പലിശയൊക്കെ കുറയും. മനസ്സിലായോ? ഞാൻ ബാങ്കിൽ പലിശ നിക്ഷേപിക്കുന്നത് ഓരോ വർഷവും ചെല്ലുന്തോറും പലിശ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 വർഷം മുൻപ് എനിക്ക് 4.5% മാത്രമേ പലിശ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 7.25 2% വർദ്ധിച്ചു. എൻ്റെ പലിശ വളരെ കൂടി. അപ്പോൾ പലിശ ഗവൺമെൻറ്റിലെ ബാങ്കിൽ പലിശയ്ക്ക് ഇടുന്നത് വലിയ ലാഭകരമാണിപ്പോൾ. വേറെ ഒരു പരിപാടിയും ചെയ്യേണ്ട, സുഖമായി ജീവിക്കാം. നമ്മൾ എന്തിനും ഉത്തരവാദിത്തങ്ങൾ അതേ ഏറ്റെടുക്കുന്നു. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. സമൂഹത്തിന് മുന്നിൽ മാന്യത ഉണ്ടാകാനാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 കോടി രൂപയുണ്ടെന്നുള്ളത് ഞാൻ പറയുമ്പോഴല്ലേ നിങ്ങൾ അറിയുന്നുള്ളൂ. അതേസമയം ഞാൻ 1 കോടിയുടെ കാറ് മേടിച്ച് എൻ്റെ കാർ ഷെഡിൽ ഇടുകയാണെങ്കിൽ, ഈശോ നെൽസൺ പേട്ടച്ചൂട്ടാ, 1 കോടിയുടെ കാറാണ് മേടിച്ചേക്കണേ, പേട്ടച്ചവൻ എന്ന് പറയും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടുകയാണ്, 3 നിലയുടെ ഒരു 2-3 കോടിയുടെ ഒരു ബിൽഡിംഗ് കെട്ടുകയാണ്. ഈശോ, ഇത് നെൽസൺ കെട്ടണം ബിൽഡിംഗ് ആട്ടോ, നിസ്സാരല്ല, 3 കോടി രൂപ. അപ്പോൾ ഇതിന് വേണ്ടിയാണ് നമ്മൾ ഈ വെപ്രാളമൊക്കെ കാണിക്കുന്നത്. എന്താണ് ഇതിൽ അർത്ഥമുള്ളത്? എൻ്റെ ഒരു അയൽവാസി ഉണ്ട്, പേര് പറയുന്നില്ല. അവൻ വലിയ കോടീശ്വരനാണ്. അവൻ ഒരുപാട് വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് ആസ്തി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇൻകം ടാക്സ് വരാൻ വേണ്ടി പറയുകയല്ല, ഒരു 15 കോടിയുടെ ആസ്തി ഉണ്ടാകും. 15 കോടിയുടെ എനിക്ക് തോന്നുകയാണ്, 15-20 കോടി. അവന് പല ബിസിനസ്സുകളുമുണ്ട്. കോറി, എവിടെയാ, ആന്ധ്രയിലൊക്കെ കോറിയുണ്ട്. വലിയ സ്വർണ്ണ ബിസിനസ്സുകാരനാണ്. പിന്നെ എനിക്ക് തോന്നുന്നു 20 അല്ല, അതിലും കൂടുതൽ കോടിയുടെ ആസ്തി ഉണ്ടാകും, കടമൊന്നുമില്ലാതെ. അവനിപ്പോൾ ഇവിടെ 1 കോടിയുടെ വീട് കൊടുക്കാനുണ്ട്. എൻ്റെ വീടിനടുത്ത് 1 കോടിയുടെ വീട് കൊടുക്കാനുണ്ട്. അത് കൊടുക്കാനുണ്ടായിട്ട് 2 വർഷമായി, അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. 1 കോടിയുടെ വീട് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊന്നും അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നില്ല. അത്ര കോടീശ്വരനാണ് അവൻ. പക്ഷെ അവന് വിദ്യാഭ്യാസമൊന്നുമില്ല, 4ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. ഇനിയും ഞാൻ അവൻ്റെ സ്വകാര്യ കാര്യത്തിലേക്ക് കടക്കുന്നില്ല.
ഞാനത് അങ്ങനെ പറയുന്നില്ല. ഞാൻ പലരുടെയും സ്വകാര്യ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ വിഷമമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിനി അത് പറയുന്നില്ല. അപ്പോൾ ഞാനൊരു ഉദാഹരണങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. 10-20 കോടി രൂപയുടെ സ്വത്തുണ്ട്. അവൻ ഇങ്ങനെ ആല പാഞ്ഞ് സ്കൂട്ടറിലാണ് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 20 കോടിയുടെ ആസ്തിയുള്ളവൻ നടക്കുന്നത് വെയിൽ കൊണ്ട് സ്കൂട്ടറിൽ. എന്ത് കഷ്ടമാണല്ലേ. ആ പണം കൊണ്ട് അവന് എന്ത് ഗുണമാണുള്ളത്? അവൻ്റെ വീട് ഒരു 3 കോടി 4 കോടിയുടെ വീടാണ്. മനസ്സിലാക്കുക. അവൻ്റെ വീട്ടിൽ ഇന്നോവ കാറുണ്ട്, വേറെ കാറുണ്ട്, ബുള്ളറ്റുണ്ട്, സ്കൂട്ടറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവൻ നടക്കുന്നത് ഒരു സാധാരണ സ്കൂട്ടറിലാണ്. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെയൊക്കെ ജീവിതം. അവരൊക്കെ ഇല്ലായ്മയിൽ നിന്ന് വളർന്നതാണ്, ഒട്ടുമില്ലായ്മയിൽ നിന്ന് വളർന്നതാണ്. അവരുടെ മനസ്സ് അത്രയേ വളർന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. എൻ്റെ മകളുടെ മനസ്സൊക്കെ വളരെ വളർന്നതാണ്. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഉടുത്ത ഡ്രസ്സ് രണ്ടാമത് ഉടുക്കുന്നില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. എൻ്റെ മകൾക്ക് എത്ര 1000-ൻ്റെ 10,000-ൻ്റെ അടിവസ്ത്രങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രമാത്രം അടിവസ്ത്രങ്ങൾ പോലും വാങ്ങിക്കൂട്ടുന്നു. 1, 2, 3 പ്രാവശ്യം വാഷ് ചെയ്താൽ പിന്നെ ആ അടിവസ്ത്രം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ എങ്ങനെയാണ്? ഒരു അടിവസ്ത്രം കീറുന്നത് വരെയാണ് ഉപയോഗിക്കുക, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മുടെ ദരിദ്ര മനസ്സുകൊണ്ടാണ്. ഇല്ലാത്തവർക്ക് അതൊക്കെ വേണ്ടി വരും. പക്ഷെ ഉള്ളവരെങ്കിലും അത് മാറ്റം വരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അവനാണ് ബുദ്ധിയുള്ളവൻ. മനസ്സിലാക്കുക. എൻ്റെ മനസ്സ് സന്തോഷമല്ലാതിരുന്ന സമയത്ത് ഞാൻ വീട് വൃത്തിയാക്കുന്നതിനൊന്നും ശ്രമം നടത്തിയില്ല. ഇന്ന് ഞാൻ വേലക്കാരിയെ കാത്തു നിൽക്കാതെ എൻ്റെ ബാത്റൂം ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കി. ഇന്ന് വേലക്കാരി മുറ്റത്ത് കുറേ പുല്ലൊക്കെ വലിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളാണ് വരുത്തി കൂട്ടുന്നത്. ഈ സന്തോഷം ഉള്ള ആളെയാണ് ബോധോദയം എന്ന ആൾ എന്ന് പറയുന്നത്. ഞാൻ ബോധോദയം എന്താണെന്നാണ് ഇത്ര നേരം വിശദീകരിച്ചത്. എന്താണ് ബോധോദയം? നമ്മുടെ മനസ്സ്, നമ്മുടെ സന്തോഷം, നമ്മുടെ അഹംബോധം, നമുക്ക് ശത്രു ഇല്ലാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് എൻ്റെ അയൽവാസിയോട് ഇത്തിരി ശത്രുതയുണ്ട്. അയാൾ റോട്ടിൽ കാറിട്ടിട്ട് എനിക്ക് എൻ്റെ മോളുടെ കാറ് കിടക്കുന്നതിന് തടസ്സം. അയാളോട് എനിക്കൊരു ദേഷ്യമുണ്ട്. പക്ഷേ ശത്രുവല്ല. എനിക്ക് ദേഷ്യമാണ് അയാളെ. എൻ്റെ അയൽവാസിയാണ്, സേമു എന്നാണ് പേര്. അയാൾ BRDയിലെ ഒരു ജോലിക്കാരനാണ്. അയാളെ ഡയറക്ടർ ബോർഡിലൊക്കെ ഉള്ള ആളാണെന്ന് പറയുന്നു. ആരാണെന്ന് എനിക്കറിയില്ല. 10-65 വയസ്സുണ്ട്, പ്രൊട്ടസ്റ്റൻ്റാണ്. എനിക്ക് അയാളെ ദേഷ്യമാണ്. അപ്പോൾ എൻ്റെ മനസ്സിന് ആ ദേഷ്യം കൊണ്ട് തന്നെ എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഞാൻ അയാളുടെ ദേഷ്യം വയ്ക്കുന്നത്? അയാൾ റോഡിൽ കാറിടുന്നു, അയാളൊരു തെറ്റ് ചെയ്യുന്നു. ആ തെറ്റ് തിരുത്താൻ എനിക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ അയാളായിട്ട് വഴക്കടിക്കേണ്ട എന്ന് കരുതി ഞാൻ സഹിക്കുകയാണ്. അയാൾക്ക് 2 കാറുകളുണ്ട്. അയാൾ വലിയ ഗമയിൽ ഒരു പുതിയ കാറ് മേടിച്ചിട്ടുണ്ട്. അയാളുടെ കമ്പനി കാർ ഒരെണ്ണം ഉണ്ട്, അത് റോട്ടിലിടും. റോഡിനാകെ 5 മീറ്റർ വീതിയേ ഉള്ളൂ. അപ്പോൾ അയാളുടെ പടിയും രണ്ടും ഓപ്പോസിറ്റാണ്. എന്നാലും ഞാനത് സഹിക്കുകയാണ്. അപ്പം മനുഷ്യരൊക്കെ എല്ലാം സഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതിലർത്ഥമില്ല. എനിക്ക് കുറച്ചും കൂടി ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അയാളോട് പറയും, 10 അടി അങ്ങോട്ട് മുന്നിലേക്ക് ഇടണം, എനിക്ക് ശല്യം ഉണ്ടാക്കരുത് എന്ന് ഞാൻ അയാളോട് തുറന്നു പറയും. അത് പറയാം നമുക്ക്. നമ്മുടെ ഒന്നും സഹിക്കേണ്ട ആവശ്യമില്ല. അയൽവാസിയെ സഹിക്കേണ്ട, ജനങ്ങളെ സഹിക്കേണ്ട, രാഷ്ട്രീയക്കാരെ സഹിക്കേണ്ട, നിയമത്തെ സഹിക്കേണ്ട. നമ്മൾ ചില നിയമങ്ങളെയൊക്കെ സഹിക്കേണ്ടി വരും. ഇപ്പോൾ ഹെൽമെറ്റ് വെക്കണം എന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ സഹിക്കുക തന്നെ, ഹെൽമെറ്റ് വയ്ക്കുക, അല്ലേ? അത് സഹിക്കുകയാണ്. കാരണം രാജ്യം നമ്മൾക്ക് ഒരുപാട് സഹനങ്ങൾ നടക്കുന്നുണ്ട്. രാജ്യം ഒരു വ്യക്തിക്ക് സമ്മാനിക്കുന്നത് ശിക്ഷയാണ്, മോക്ഷമല്ല. ഒരു വ്യക്തിയെയും മോക്ഷത്തിലേക്ക് എത്തിക്കാൻ രാജ്യം സഹായിക്കുന്നില്ല, മതം സഹായിക്കുന്നില്ല, ആചാരം സഹായിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സമൂഹത്തെ അവഗണിക്കുക എന്നത്. ഞാനിപ്പോൾ എൻ്റെ അയൽവാസിയെ അവഗണിച്ച് നിൽക്കുകയാണ്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പറയും, സെമേട്ടാ, കാര്യമൊക്കെ ശരിയാ, കുറേ കാലമായി ഞാൻ സഹിക്കണം, ഈ കാറ് 10 അടിയാണ് മുന്നിലിക്കട്ടെ. തൻ്റെ പണ്ടാറവകയാണ് ഈ റോഡ് എന്നുള്ള ഭാഗം മാറ്റിയേ എന്ന് ദേഷ്യം വന്നാൽ ഞാൻ അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഞാനിതൊന്നും പറയുന്നില്ല, സഹിക്കുകയാണ്. അപ്പം മനുഷ്യർ സമൂഹത്തിലെ സഹിക്കുന്നു, കുടുംബത്തിലെ സഹിക്കുന്നു, രാഷ്ട്രീയക്കാരെ സഹിക്കുന്നു, ഭിക്ഷക്കാരെ സഹിക്കുന്നു, ആക്രിക്കാരെ സഹിക്കുന്നു. അങ്ങനെ സഹിച്ച് ജീവിക്കുകയാണ്. കുടുംബത്തിലെ മക്കളെ സഹിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ മകൾ, എൻ്റെ ഒരു ഉദാഹരണം തന്നെ എടുക്കുക. എന്തിനാ നാട്ടുകാരെയൊക്കെ പോകുന്നത്? എൻ്റെ മകൾ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യില്ല. കാരണം എൻ്റെ മകൾക്ക് അതിൻ്റെ കറണ്ടൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ കറണ്ട് ബില്ല് എന്നോട് ചോദിക്കല്ല, ഞാൻ കറണ്ട് ബില്ല് വന്നു കഴിയുമ്പോൾ ആ ബില്ല് മകൾക്ക് അയച്ചു കൊടുക്കും, വാട്സാപ്പിൽ അയച്ചു കൊടുക്കും, 10,000 രൂപ.
അപ്പം തന്നെ മോൾ എന്ത് ചെയ്യും? ആ 10,000 രൂപ എനിക്ക് ഇങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്യും. അപ്പം മോള് ആ 10,000 രൂപ ഇങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്യും. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. കറണ്ട് ചാർജ് എത്രയെങ്കിലും ആയിക്കോട്ടെ, 15,000 20,000 ആയിക്കോട്ടെ, മോൾക്ക് അതിനുള്ള പൈസയുണ്ട്, അവൾ അത് ചെയ്യുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചാൽ മതി. അതേസമയം ഞാനൊരു അച്ഛനാണ്, അപ്പനാണ്. അയ്യോ കറണ്ട് ചാർജ് കൂടും മോളെ, അങ്ങനെ എപ്പോഴും ലേറ്റിട്ട് വെക്കല്ലേ, എപ്പോഴും എ സി ഇട്ട് വർക്ക് ചെയ്യിക്കല്ലേ. എ സി എന്ന് പറയുന്നത് ആവശ്യത്തിനിട്. 24 മണിക്കൂർ, എൻ്റെ മോളിൽ എ സി ഇടുന്ന 24 മണിക്കൂറാണ്, 30 ദിവസമാണ്. അപ്പോൾ 60 ദിവസം ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് 10,000 രൂപ കറണ്ട് ബില്ല് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് 10,000 രൂപ കറണ്ട് ബില്ലെന്ന് പറയുന്നത് ഒരു വിലയുമില്ലാത്ത കാര്യമാണ്, നിസ്സാര കാര്യമാണ്. ആ 10,000 രൂപ കറണ്ട് ബില്ല് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഉള്ളവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്ന് കരുതി ഞങ്ങൾക്ക് ഇപ്പോൾ കുറേ പൈസ ഉണ്ടെന്ന് കരുതി ആർക്കെങ്കിലും ദാനം ചെയ്യാൻ പറ്റുമോ? ഞാനൊരു യാചകന് 500 രൂപ കൊടുത്തു, അയാളുടെ യാചന അവസാനിച്ചോ? അയാളുടെ ബുദ്ധിമുട്ടുകൾ തീർന്നോ? ഇല്ല. അപ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം തന്നെ നമുക്ക് പാപബോധമുണ്ടാകുമ്പോഴാണ്. നമുക്ക് പുണ്യം ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ എൻ്റെ കാട്ടുമാൻ്റെ ഒരാൾ എൻ്റെ ഇടവകയിൽ കുറേ കടം ഉണ്ടായിരുന്നു ചെങ്ങാലൂർ. അത് വീട്ടുന്നതിന് വേണ്ടി 1,00,000 രൂപ കൊണ്ടുവന്ന് കൊടുത്തു. അയാൾക്ക് ജാതി കുറേ ഉണ്ട്. 2 സ്റ്റുഡിയോ ഉണ്ട്. അയാളുടെ പേരെനിക്കറിയില്ല, ഞങ്ങളുടെ ബന്ധുവാണ്. 2 സ്റ്റുഡിയോ ഉണ്ട് അയാൾക്ക്. പിന്നെ കുറേ ജാതിയുള്ള പറമ്പുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ പള്ളിയിലേക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് ഞാനിതാ എൻ്റെ 1,00,000 രൂപ. അപ്പോൾ അവിടെ പള്ളിയിൽ വെച്ചിരിക്കുന്ന നിയമം ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്നാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് തിരിച്ചു തരണ്ട, ഞാൻ എൻ്റെ വക സംഭാവന 1,00,000 രൂപ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, പള്ളിയിലേക്ക് ആളുകൾക്ക് സംഭാവന കൊടുക്കുന്നതിന് ഒരു മടിയുമില്ല. അയാളുടെ വീട്ടിലേക്ക് ഒരു ഭിക്ഷക്കാരൻ ചെല്ലുകയാണെങ്കിൽ അയാൾ എത്ര രൂപ കൊടുക്കും? ഒരു യാചകൻ ചെല്ലുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കും? നിസ്സാരം 10 രൂപ ഇട്ട് കൊടുക്കുകയില്ല. അപ്പോൾ മനുഷ്യരൊക്കെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, വയനാട്ടിലെ പ്രശ്നത്തിന് തന്നെ ചിലരൊക്കെ വലിയ ഗമയിൽ പൈസ കൊടുക്കുന്നുണ്ട്, അമ്പലങ്ങളിൽ പൈസ കൊടുക്കുന്നു അവിടെ ഗ്രാനൈറ്റ് കൊത്തിവെക്കാൻ, ഇവിടെ മുഖ്യമന്ത്രിക്ക് പൈസ കൊടുക്കുന്നു അത് വിളിച്ചു പറയാൻ. അപ്പോൾ ഇതൊക്കെ മാന്യതയുടെ ഭാഗമാണ്, അഭിമാനത്തിൻ്റെ ഭാഗമാണ്. ഈ അഭിമാനവും മാന്യതയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക. അതാണ് എൻ്റെ ചിന്താഗതി, അതാണ് എൻ്റെ ബോധോദയം. ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ബോധോദയമാണ്. ഞാൻ ഇവിടെ നടക്കാൻ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്നത് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ട്രൗസറായിരുന്നു. അത് നരച്ചതാണ്. ഒരു ദിവസം എനിക്ക് ബോധോദയം കിട്ടിയപ്പോൾ എനിക്ക് തോന്നി, എന്തിനാണ് ഞാൻ നരച്ച ട്രൗസർ ഇടണേ? ഞാൻ റിലയൻസിൽ ചെന്നു, 2 ട്രൗസർ വാങ്ങി. ഒരു ട്രൗസറിന് 300 രൂപ, മറ്റൊന്നിന് 400 രൂപ. അപ്പോൾ എനിക്കത് പുതിയതിട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സന്തോഷമാണ് നമുക്ക് വലുത്, മക്കളുടെ സന്തോഷമല്ല. മക്കളുടെ സന്തോഷം അവരുണ്ടാക്കട്ടെ, അത് മനസ്സിലായോ? മക്കളുടെ സന്തോഷം അവരുണ്ടാക്കട്ടെ. എൻ്റെ മകളുടെ സന്തോഷം മകളുണ്ടാക്കുന്നത്, ഞാനല്ല. അവൾ സിനിമയിൽ അഭിനയിച്ചു, കുറേ കാശുണ്ടാക്കി, കുറേ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തു, അവൾ സുഖമായിട്ട് ജീവിക്കുന്നു. അവൾ സമൂഹത്തിൽ അങ്ങനെ ഇടപഴകാനോ ഇറങ്ങാനോ പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങാനോ അയൽവാസിയെ കാണാനോ എന്തിനേറെ എൻ്റെ കുടുംബത്തിലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോലും എൻ്റെ മകൾ വരാറില്ല. എൻ്റെ ഭാര്യ മരിച്ചു പോയിട്ട് 8 വർഷമായി. ഭാര്യയുടെ 2ാമത്തെ ആങ്ങള അവൻ്റെ മകൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചു, ഇവിടെ വന്ന് വിളിച്ചു, ഭാര്യയും കൂടി. അപ്പോൾ മകൾ പറഞ്ഞു, വരാം, വരില്ലേ എന്ന അഭിമാനത്തോടെ ചോദിച്ചപ്പോൾ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, എനിക്കതിൻ്റെ ആവശ്യം തോന്നുന്നില്ല. ചാലക്കുടി വരെ രാത്രി നേരത്ത് വന്ന് ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ എനിക്ക് ആവശ്യം തോന്നുന്നില്ല എന്ന് അപ്പോൾ പറഞ്ഞു വിട്ടു. പിന്നീട് ഞാൻ അയാൾക്ക് എൻ്റെ മെസ്സേജ് കൊടുത്തു, ഞാൻ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് കൊടുത്തു. ഞാൻ അപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ വരാം, ചാലക്കുടി വരെ വരില്ലേ വേണ്ടു, ഞാൻ വരാം, കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ സാമൂഹികമായൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. സത്യത്തിൽ എനിക്ക് ഈ അളിയൻ്റെ പരിപാടിക്ക് പോകാൻ ഇഷ്ടമില്ല. കാരണം ഭാര്യയൊക്കെ മരിച്ചുപോയി. ഇനി എന്താണ് ഭാര്യ വീട്ടുകാരുമായി ബന്ധം? ഒരു ബന്ധവുമില്ല. ഈ ഭാര്യ വീട്ടുകാരുടെ തന്നെ വേറെ ഒരു അനിയൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ വലിയ തോതിലുള്ള ഒരു വിരമാറ്റ താമസമുണ്ടായി. അവൻ എൻ്റെ കല്യാണത്തിന് അവൻ എന്നെ വിളിച്ചില്ല. വേറൊരു ആങ്ങളെ പോലീസുകാരനാണ്, മിലിറ്ററിക്കാരനും പോലീസുകാരനൊക്കെയാണ്, അവനും എന്നെ വിളിച്ചില്ല. വേറെ മൂത്തൊരാങ്ങളെ എന്നെ കല്യാണത്തിന് വിളിച്ചു. എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷമുള്ള വിശേഷമാണ് പറയുന്നത്. മൂത്ത ആങ്ങളെ എന്നെ വിളിച്ചു, പക്ഷെ ഞാൻ പോയില്ല. മനസ്സിലായോ? അപ്പോൾ ആ ഇതിലാണ് പോകാതിരുന്നത്. ഇനി എൻ്റെ
ഏറ്റവും താഴെയുള്ള ഭാര്യയുടെ ആങ്ങളയെ പറ്റി ഞാനൊരു വിശദീകരണം പറയുകയാണ്. അത് എനിക്കുണ്ടായ അനുഭവം എന്ന നിലയിൽ പറയാം. എൻ്റെ ഭാര്യ രോഗം വന്ന് ഒരു നിലയ്ക്കും ഇനി ചികിത്സ ആവശ്യമില്ലെന്ന് അമൃതക്കാർ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ആങ്ങള എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഒരു 30 ലക്ഷം രൂപയുണ്ടായിരുന്നു കാശായിട്ട്. ആ കാശ് തട്ടിയെടുക്കുന്നതിന് വേണ്ടി അവൻ രംഗത്ത് വന്നു. താഴെയുള്ള ആങ്ങള അവൻ വന്നിട്ട് എന്താ ചെയ്തേ, ഉടനെ തന്നെ ആസ്ട്ര മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അമൃത ഹോസ്പിറ്റലുകാർ പറഞ്ഞു, എല്ലാ ചികിത്സയും കഴിഞ്ഞു, ഇനി ഒരു ചികിത്സയില്ല, നിങ്ങൾ മരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു, നിങ്ങൾ സുഖമായിട്ട് മരിച്ചുകൊള്ളൂ എന്ന മട്ടിൽ അവർ വിട്ടതാണ് അമൃത ഹോസ്പിറ്റലുകാരെ. എന്നിട്ട് ഇവൻ ആസ്ട്ര മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. അവിടെ 3-4 ദിവസം ചികിത്സിച്ചു. 5 ലക്ഷം രൂപ അവർ വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് അവർ ഒരു വാരൽ മോർഫിൻ കൊടുത്തു വിട്ടു. ഇനി നിങ്ങൾ അമലയിൽ അങ്ങനെ പോയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കിടന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ അവർ ചികിത്സയുടെ ഭാഗമായി മേടിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ട് ഈ ആങ്ങള എന്ത് ചെയ്തു, ആങ്ങള ഒരു 20,000 രൂപ, എൻ്റെ ഭാര്യ ഭയങ്കര സൂത്രശാലിയാണ്, കണക്കൊക്കെ വളരെ കൃത്യമാണ്. അവന് കൊടുത്ത കാശിൽ 20,000 രൂപ കാണാനില്ല. താഴെയുള്ള ആങ്ങളയ്ക്ക് കൊടുത്ത ആവശ്യം, ബൈജു എന്നാണ് അവൻ്റെ പേര്, അവനിപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ ആ 20,000 രൂപ കാണാൻ, ഇതുണ്ടായ കാര്യമായതുകൊണ്ട് ഞാൻ പറയാണ് കേട്ടോ, പേര് പറയുന്നില്ല, എനിക്ക് വിരോധം തോന്നുന്നില്ല. അങ്ങനെ ആ 20,000 രൂപ കാണാനില്ല. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു ആങ്ങളയോട്, എൻ്റെ 20,000 രൂപ കാണാനില്ല, അത് വഴിയിൽ അങ്ങോട്ട് വീണു പോയി. അവൻ പറഞ്ഞ ഉത്തരമാണ്, അത് വഴിയിൽ അങ്ങോട്ട് വീണു പോയെന്ന്. അപ്പോൾ അവൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ 30 ലക്ഷം രൂപയിൽ ഒരു 5-10 ലക്ഷം രൂപയെങ്കിലും തട്ടിയെടുക്കണം, ചോദിച്ചു വാങ്ങണം. മരിക്കാൻ പോകല്ലേ, മരിക്കാൻ പോകുന്ന നേരത്തെ ഒരു 10 ലക്ഷം രൂപ അവന് ഇസ്കാമെന്ന് കരുതിയാണ് അവൻ ആസ്ട്ര മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയത്. എന്നെയൊക്കെ അവഗണിച്ച് ഭർത്താവിനെയൊക്കെ മാറ്റി നിർത്തി ആങ്ങള വന്ന് കൊണ്ടുപോയി ആസ്ട്ര മെഡിസിലേക്ക്. അവിടെ നഷ്ടപ്പെട്ടു 5 ലക്ഷം രൂപ. പിന്നെ അമലയിലാണ് ചികിത്സയായത്. എന്നിട്ട് പൈസയൊന്നും ഇവന് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ അവൻ എന്തു പറഞ്ഞു, ഇനി ഭർത്താവ് നോക്കൂട്ടാ, ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവൻ സ്ഥലം വിട്ടു. അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യരൊക്കെ. ഇതാണ് മനുഷ്യൻ, മനസ്സിലായോ? എന്നിട്ട് അവൻ്റെ വലിയ വീടൊക്കെ പണിതവൻ. അവൻ്റെ ഭാര്യ കോളേജിൽ പഠിപ്പിക്കുകയാണ്. കോളേജിലെന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് നല്ല ശമ്പളമുണ്ട്. അവൻ ഗൾഫിലുമാണ്. അവൻ്റെ അമ്മാനപ്പൻ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു, സപ്ലൈകോയിലെ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ ഇവൻ തെമ്മാടിയാണ്. ഇവനൊരു ഗുണ്ടയാണ്. ഇവനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇനിയൊരു രസകരമായ തമാശ കൂടി ഞാൻ പറയാനുണ്ട്. എനിക്കിത് പറയുന്നതിൽ ഒരു മടിയും തോന്നുന്നില്ല. ഇത് സത്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താ സത്യം പറഞ്ഞുകൂടെ? ഇവൻ ഒരിക്കൽ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു മാല അവൻ്റെ അപ്പന് കഴുത്തിൽ പണിതിട്ട് കൊടുത്തു. ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നതാണ് കേട്ടോ, അവനെ കുറ്റം പറയാനല്ല. ഇതാരെയും ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു മാല അവൻ്റെ അപ്പൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ അവൻ വലിയ ഗമയിൽ കല്യാണം കഴിക്കാനുള്ള പരിപാടിയിലാണ് അതൊക്കെ ഇട്ട് കൊടുത്തത്. അങ്ങനെ കല്യാണം അപ്പം നടന്നില്ല. അവൻ ഗൾഫിലേക്ക് പോയി. അപ്പൻ നല്ല കുടിയനാണ്, എൻ്റെ അമ്മാനപ്പൻ നല്ല കുടിയനാണ്. അയാൾ എന്ത് ചെയ്തു, അതേമാതിരി ഒരു മുക്കിൻ്റെ മാല ഉണ്ടാക്കിയിട്ട് ആ മാല വിറ്റു, കുടിച്ചു. ഇവൻ വന്നപ്പോൾ നോക്കിയപ്പോൾ മുക്കിൻ്റെ മാലയാണ് കഴുത്തിൽ. അവൻ അന്തസ്സായിട്ട് ഈ അപ്പനെ അങ്ങോട്ട് തല്ലി, ചെകിടത്തടിച്ചു. അവൻ തല്ലാവുന്ന മാതിരിയൊക്കെ തല്ലി. ഉണ്ടായ കാര്യമാണ്. ഈ മോൻ അപ്പനെ തല്ലി. എന്താ കാരണം? മാല വിറ്റു കുടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ. അങ്ങനെയുള്ള മകനാണിവൻ. എനിക്കിത്ര അവനോട് ദേഷ്യമുണ്ട്. കാരണം എൻ്റെ 5 ലക്ഷം രൂപ ആസ്ട്ര മെഡിസിറ്റിക്ക് എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി കളഞ്ഞവനാണ് അവൻ 30 ലക്ഷം രൂപയിൽ നിന്ന് ഒരു പൈസ അടിച്ചെടുക്കാമെന്ന് കരുതി കൂടിയവനാണ്. എനിക്ക് എൻ്റെ ഭാര്യ മരിക്കുന്ന സമയത്തൊക്കെ എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ സംഭവിച്ച ശേഷം ഞാൻ അമല ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഇനി അവിടെ തുളയ്ക്കണം ഇവിടെ തുളയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ AC റൂമൊക്കെയാണ് എടുത്തിരുന്നത്. കല്യാൺകാരൻ്റെ അച്ഛൻ കിടന്നതിൻ്റെ തൊട്ട് റൂമിലൊക്കെയാണ് ഞങ്ങൾ എടുത്തിരുന്നത്. അത്ര ആർഭാടമായിട്ടാണ് ഞങ്ങൾ അവിടെ കിടന്നിരുന്നത്. അപ്പോൾ അവർ റൂം മാറ്റിയപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ താപ്പിന് ഞാൻ എൻ്റെ ഓടി കാറിൽ, എൻ്റെ മകൾ, അന്ന് എനിക്ക് ഓടി കാറുണ്ട്, ഓടി കാറിൽ എൻ്റെ ഭാര്യയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഭാര്യ അവിടെ ഇവിടെയും തുളച്ചൊന്നുമില്ല. ഞങ്ങൾ 3-ാം ദിവസം എൻ്റെ ഭാര്യ എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് മടിയിൽ കിടന്നുകൊണ്ട് മരിക്കുകയാണ് ഉണ്ടായത് 3-ാം ദിവസം. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ഡോക്ടർമാർ മടക്കി കഴിഞ്ഞാൽ പിന്നെയും കാശ് ചെലവിയ അല്ലെങ്കിൽ അതിൻ്റെ വലിയ ചിലവ് ചെയ്തുള്ള ചികിത്സകളൊന്നും നടത്തരുതെന്ന, പ്രത്യേകിച്ച് ഒരു ക്യാൻസർ രോഗിയെ നടത്തരുതെന്ന ഒരഭിപ്രായം ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞ് കാട് കയറിപ്പോയി. ഞാൻ ഒരുപാട് വിഷയങ്ങളിലേക്ക് കടന്നു ചെന്നു. ഞാൻ വന്നത് ബോധോദയം എന്ന ആശയത്തിലാണ്. മനുഷ്യനിൽ ബോധോദയം ഉണ്ടാകും. അത് ബുദ്ധനിന് മാത്രമല്ല, എന്നിലും നിങ്ങളിലും ഉണ്ടാകും. അതാണ് ഞാനിവിടെ പറയുന്നത്.
ധാരാളം സമയമായി. എത്ര സമയമായി എന്ന് ഞാൻ നോക്കിയില്ല. ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നാളെ ഞാൻ ലൈവ് ഇടും. എൻ്റെ ലൈവ് ആരും കാത്തിരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ 6 മണി സമയമെന്നും 7 മണി സമയമെന്നും നിൽക്കുന്നില്ല. എനിക്ക് പറ്റുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വേണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഈ ലൈവ് ഇടും. കൃത്യതയൊന്നും ഇനി പാലിക്കുന്നില്ല. 7 മണിയെന്നോ 8 മണിയെന്നോ എന്നൊന്നും ഞാൻ പാലിക്കുന്നില്ല. എനിക്ക് ഈ ലൈവിൽ ആര് വരുന്നുണ്ടെന്നുള്ളത് പ്രശ്നമല്ല. ഇത് സേവ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾ ആര് കണ്ടാലും ആര് കണ്ടില്ലെങ്കിലും കേട്ടാലും കേട്ടില്ലെങ്കിലും ഞാനതിൽ ദുഃഖിതനല്ല, സന്തോഷവാനുമല്ല. ഇവിടെ ഞാൻ എൻ്റെ ലൈവ് അവസാനിപ്പിക്കുന്നു.